Al Hilal Hospitals and Medical Centers നമസ്കാരം, ഞാൻ ഷോണിമ. അൽ ഹിലാൽ ഹോസ്പിറ്റൽസ് ആൻഡ് മെഡിക്കൽ സെന്റേഴ്സ് അവതരിപ്പിക്കുന്ന BMC ന്യൂസ് ലൈവിലേക്ക് സ്വാഗതം. ബഹ്റൈനിൽ നിന്നുള്ള വാർത്തകളിലേക്ക്. ഹൈടെക് ഗവേഷണ കപ്പൽ കമ്മീഷൻ ചെയ്ത ബഹ്റൈൻ കിരീടാവകാശിയും പ്രധാനമന്ത്രിയുമായ ഹിസ് റോയൽ ഹൈനസ് പ്രിൻസ് സൽമാൻ ബിൻ ഹമദ് അൽ ഖലീഫയ്ക്ക് വേണ്ടി ബഹ്റൈൻ ആഭ്യന്തരമന്ത്രി ജനറൽ ഷെയ്ഖ് റാഷിദ് ബിൻ അബ്ദുള്ള അൽ ഖലീഫ നൂതന ഗവേഷണ കപ്പലായ അൽ മസാഹ 2050 ഉദ്ഘാടനം ചെയ്തു. ചടങ്ങിൽ നിരവധി മുതിർന്ന ഉദ്യോഗസ്ഥരും പങ്കെടുത്തു. സമുദ്ര പരിസ്ഥിതി നിരീക്ഷിക്കുന്നതിനും സംരക്ഷിക്കുന്നതിനും സുരക്ഷിതമായ നാവിഗേഷൻ ഉറപ്പാക്കുന്നതിനും സുസ്ഥിര വികസനത്തിന് പിന്തുണയ്ക്കുന്നതിനും കൃത്രിമ ബുദ്ധി ഉൾപ്പെടെയുള്ള ഏറ്റവും പുതിയ സാങ്കേതിക വിദ്യയാണ് അൽ മസാഹ 2050 ഉപയോഗിക്കുന്നത്. പ്രകൃതി വിഭവങ്ങൾ സംരക്ഷിക്കുന്നതിനൊപ്പം പ്രാദേശികവും വിദേശവുമായി നിക്ഷേപങ്ങളെ ആകർഷിക്കുന്ന ബഹ്റിന്റെ സുരക്ഷിതവും സുസ്ഥിരവുമായ അന്തരീക്ഷവും ആഭ്യന്തരമന്ത്രി ചടങ്ങിൽ വ്യക്തമാക്കി. തന്ത്രപരമായ തീരുമാനങ്ങൾ എടുക്കുന്നതിനെ പിന്തുണയ്ക്കുന്നതിനും സാമ്പത്തിക വികസന പരിപാടികൾക്ക് സേവനം നൽകുന്നതിനുമായി വിശ്വസനീയമായ ഒരു ദേശീയ ഡേറ്റാ സിസ്റ്റം വികസിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെയുള്ള സർവേ ആൻഡ് ലാൻഡ് രജിസ്ട്രേഷൻ ബ്യൂറോയുടെ ഭാഗമാണ് ഈ കപ്പൽ. അതോറിറ്റിയുടെ പരിവർത്തനത്തിലെ പ്രധാന ചുവടുവെപ്പാണ് ഈ കപ്പലെന്ന് സർവേ ലാൻഡ് രജിസ്ട്രേഷൻ അതോറിറ്റി ചെയർമാൻ എഞ്ചിനീയർ ബാസിം ബിൻ യാക്കൂബ് അൽ ഹമർ പറഞ്ഞു. ഈ വർഷത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ആകാശ പ്രതിഭാസത്തിന് ലോകം സാക്ഷ്യം വഹിച്ചു. തിങ്കളാഴ്ച രാത്രി ബഹ്റിന്റെ ആകാശത്ത് പൂർണ്ണ ചന്ദ്രഗ്രഹണം ദൃശ്യമായി. ചന്ദ്രൻ കടും ചുവപ്പ് നിറത്തിൽ കാണപ്പെട്ട ബ്ലഡ് മൂൺ എന്ന പ്രതിഭാസമാണ് ദൃശ്യമായത്. 2018 ശേഷം ഏറ്റവും ദൈർഘ്യമേറിയ ചന്ദ്രഗ്രഹണം ആദ്യമായാണ് ദൃശ്യമാകുന്നത്. അപൂർവ കാഴ്ച കാണാനായി ജ്യോതിശാസ്ത്രജ്ഞരും ഫോട്ടോഗ്രാഫറും ഉൾപ്പെടെ നിരവധി പേരാണ് ബഹ്റിനിൽ പലയിടങ്ങളിലായി ഒത്തുകൂടിയത്. നഗ്നനേത്രങ്ങൾ കൊണ്ടും ദൂരദർശിനികൾ, ആസ്ട്രോ ഫോട്ടോഗ്രാഫി ക്യാമറകൾ എന്നിവ ഉപയോഗിച്ചും ജനങ്ങൾ കാഴ്ചകൾ ആസ്വദിച്ചു. സൂര്യഗ്രഹണത്തിൽ നിന്ന് വ്യത്യസ്തമായി യാതൊരു സംരക്ഷണ ഉപകരണങ്ങളും ഇല്ലാതെ തന്നെ ചന്ദ്രഗ്രഹണം സുരക്ഷിതമായി കാണാൻ കഴിയുമായിരുന്നു. മാത്രമല്ല, അല്പം ശ്രമിച്ചാൽ നല്ല ചിത്രങ്ങൾ പകർത്താനും കഴിയുമെന്നതിനാൽ ഫേസ്ബുക്ക് അക്കൗണ്ടുകളിൽ റെഡ് മൂൺ ചിത്രങ്ങൾ ട്രെൻഡിംഗിലുമായി. 2018 ഇതിനു മുൻപ് ബഹ്റിനിൽ എല്ലായിടത്തും ദൃശ്യമായ ചന്ദ്രഗ്രഹണം ഉണ്ടായത്. ബഹ്റിനിലെ ആദ്യത്തെ ഡിജിറ്റൽ ബസ് സ്റ്റേഷൻ ആരംഭിക്കുന്നതിനായി ഗതാഗത ടെലികമ്മ്യൂണിക്കേഷൻ മന്ത്രാലയം STC ബഹ്റിനുമായി സഹകരണ കരാറിൽ ഒപ്പുവച്ചു. ബഹ്റിൻ ഇക്കണോമിക് വിഷൻ 2030 ലക്ഷ്യങ്ങളുമായും പൊതുസേവനങ്ങൾ മെച്ചപ്പെടുത്തുന്നതിനുള്ള സർക്കാരിന്റെ ശ്രമങ്ങളുമായും യോജിപ്പിച്ച് സംയോജിതവും ഡേറ്റാധിഷ്ഠിതവുമായ ഗതാഗത അടിസ്ഥാന സൗകര്യങ്ങൾ സ്ഥാപിക്കുന്നതിനുള്ള ഒരു നിക്ഷേപമാണ് STC ഡിജിറ്റൽ ബസ് സ്റ്റേഷൻ. അതുവഴി യാത്രക്കാർക്ക് നൽകുന്ന ഗതാഗത സേവനങ്ങളുടെ ഗുണനിലവാരം വർദ്ധിപ്പിക്കുന്നു. ബഹ്റിന്റെ ഗതാഗത മേഖലയുടെ വികസനത്തിൽ രാജ്യത്തിന്റെ ആദ്യത്തെ ഡിജിറ്റൽ ബസ് സ്റ്റേഷൻ ആരംഭിച്ചത് ഒരു സുപ്രധാന നാഴികക്കല്ലാണെന്ന് ഗതാഗത ടെലികമ്മ്യൂണിക്കേഷൻ മന്ത്രാലയത്തിലെ ലാൻഡ് ട്രാൻസ്പോർട്ട് ആൻഡ് പോസ്റ്റ് അണ്ടർ സെക്രട്ടറി ഫാത്തിമ അബ്ദുള്ള അൽദാൻ അറിയിച്ചു. ആഗോള ജല ഊർജ്ജ കാലാവസ്ഥാ വ്യതിയാന കോൺഫറൻസിന് ബഹ്റിൻ ആതിഥ്യമരുളുന്നു. ബഹ്റിൻ ഉപപ്രധാനമന്ത്രി ഷെയ്ഖ് ഖാലിദ് ബിൻ അബ്ദുള്ള അൽ ഖലീഫയുടെ രക്ഷാകർതൃത്വത്തിൽ സുസ്ഥിര ജലവും ഊർജ്ജവും പരിവർത്തനം, സുരക്ഷിത ഭാവിക്കായി നവീകരിക്കൽ എന്ന വിഷയത്തിൽ നടക്കുന്ന കോൺഫറൻസിന്റെ 2ാം പതിപ്പ് സെപ്റ്റംബർ 9 ആരംഭിക്കും. ജലം, ഊർജ്ജം, കാലാവസ്ഥാ വ്യതിയാനം എന്നിവ തമ്മിലുള്ള പരസ്പര ബന്ധം ചർച്ച ചെയ്യുന്നതിനും ആഗോള വെല്ലുവിളികളുമായി പൊരുത്തപ്പെടുന്നതിനുമുള്ള ഫലപ്രദമായ പരിഹാരങ്ങൾ അവതരിപ്പിക്കുന്നതിനും സമ്മേളനം ലക്ഷ്യമിടുന്നു. സമ്മേളനത്തിൽ 30 രാജ്യങ്ങളിൽ നിന്നുള്ള 3000-ലധികം പേർ പങ്കെടുക്കുമെന്നും പ്രതീക്ഷിക്കുന്നു. 250-ലധികം പ്രത്യേക പ്രാദേശിക അന്തർദേശീയ കമ്പനികളെ പ്രതിനിധീകരിക്കുന്ന 150 പ്രഭാഷകരും സമ്മേളന പരിപാടിയിൽ പങ്കെടുക്കും. മന്ത്രിതല സെഷൻ, നേതൃത്വ സംവാദ സെഷനുകൾ, സമ്മേളനങ്ങൾ, യുവജന ഫോറം, സാങ്കേതിക ഫോറം, ഗൾഫ് സർവകലാശാലയിലെ വിദ്യാർത്ഥികൾ, ഈ മേഖലയിലെ വെല്ലുവിളികളെ നേരിടുന്നതിനുള്ള സൃഷ്ടിപരമായ ആശയങ്ങളും നൂതന പരിഹാരങ്ങളും അവതരിപ്പിക്കുന്നതിനായി മത്സരിക്കുന്ന ഒരു ഹാക്കത്തൺ മത്സരം എന്നിവ ഇതിൽ ഉൾപ്പെടും. സമ്മേളനത്തിനോടനുബന്ധിച്ച് ജലം, ഊർജ്ജം, കാലാവസ്ഥ എന്നിവയിലെ ഏറ്റവും പുതിയ സാങ്കേതിക വിദ്യകളും രീതികളും പ്രദർശിപ്പിക്കുന്ന പ്രത്യേക കമ്പനികളുടെ പങ്കാളിത്തത്തോടെ ഒരു പ്രദർശനവും നടക്കും. ഇനിയൊരു ഇടവേള. Our skin is the mirror of our soul. Our skin is our largest sensory organ. Our skin needs a healthy microbiome balance. This is regulated by its pH value, which protects the skin from pathogens, cold and ultraviolet rays.
Sebamed protects your skin. BMC ന്യൂസിലേക്ക് വീണ്ടും സ്വാഗതം. ബഹ്റൈൻ കേരളീയ സമാജം ഓണാഘോഷങ്ങളുടെ ഭാഗമായി സംഘടിപ്പിച്ച ഫോക്ക് ഡാൻസ് മത്സരങ്ങൾ ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള ഫോക്ക് ഡാൻസുകളുടെ വൈവിധ്യം കൊണ്ടും അവതരണ മികവ് കൊണ്ടും ശ്രദ്ധേയമായി. 1.5 മാസത്തോളം നീണ്ടുനിൽക്കുന്ന സമാജം ഓണാഘോഷങ്ങളുടെ ഭാഗമായി സംഘടിപ്പിക്കുന്ന നിരവധി മത്സരങ്ങളുടെ ഭാഗമായി സംഘടിപ്പിച്ച ഫോക്ക് ഡാൻസിൽ ടീം ബാറ്റിൽ ഗേൾസ്, ടീം ബഹ്റൈൻ ഒഡിയ സമാജ്, ടീം നാഗ എന്നിവർ സമ്മാനാർഹരായി. ബഹ്റൈൻ കേരളീയ സമാജം പ്രസിഡന്റ് PV രാധാകൃഷ്ണപിള്ള മത്സരങ്ങൾ ഉദ്ഘാടനം ചെയ്തു. ജനറൽ സെക്രട്ടറി വർഗീസ് കാരക്കൽ, ശ്രാവണം ജനറൽ കൺവീനർ വർഗീസ് ജോർജ് എന്നിവർ ആശംസകൾ നേർന്ന് സംസാരിച്ചു. ഫോക്ക് ഡാൻസ് മത്സരങ്ങളുടെ കൺവീനർമാരായ ജോയ് പോളി, ജഗദീഷ് ശങ്കർ, ശ്രീന ശശി എന്നിവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി. ഫോക്ക് ഡാൻസ് മത്സരത്തിൽ പങ്കെടുത്ത വിവിധ ടീമുകൾ, മത്സരം കാണാനെത്തിയ ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള കാണികൾക്കും സംഘാടകർ നന്ദി രേഖപ്പെടുത്തി. N&N പ്രൊഡക്ഷൻസിന്റെ ബാനറിൽ ബോബി പുളിമുട്ടിൽ തിരക്കഥയും സംവിധാനവും ചെയ്ത ഷോർട്ട് ഫിലിം ഒരു പ്രവാസിയുടെ ഓണം നാളെ സെപ്റ്റംബർ 9 ചൊവ്വാഴ്ച ഇന്ത്യൻ സമയം വൈകിട്ട് 7 മണിക്ക് അരികെ മീഡിയ അച്ചയൻസ് വേൾഡ് എന്ന യൂട്യൂബ് ചാനലിൽ കൂടി പ്രേക്ഷകരുടെ മുൻപിലേക്ക് എത്തുന്നു. ഇന്ന് ഉച്ചയ്ക്ക് ഷോർട്ട് ഫിലിമിന്റെ ടീസർ ചാനലിൽ റിലീസ് ചെയ്തിരുന്നു. ഏവരുടെയും സപ്പോർട്ടും സഹകരണവും ഈ ഫിലിമിനൊപ്പം ഉണ്ടാവണമെന്ന് അണിയറ പ്രവർത്തകർ അഭ്യർത്ഥിച്ചു. ചിത്രത്തിന്റെ ക്യാമറ കൈകാര്യം ചെയ്തിരിക്കുന്നത് ബിനു വർഗീസ്, കഥ ബോബി, ബിനു, സോണി എന്നിവരുടേതുമാണ്. സൽമാനിയ ഹോസ്പിറ്റലിൽ ചികിത്സയിൽ കഴിയവെ മരണമടഞ്ഞ ഷീന പ്രകാശിന്റെ മൃതദേഹം എയർ ഇന്ത്യ എക്സ്പ്രസ് വിമാനത്തിൽ നാട്ടിലെത്തിച്ചു. മൃതദേഹം നാട്ടിലേക്ക് കൊണ്ടുപോകുന്നതിനുള്ള നടപടിക്രമങ്ങൾക്ക് ICRF ആണ് നേതൃത്വം നൽകിയത്. മൃതദേഹം നാളെ സെപ്റ്റംബർ 9 ചൊവ്വാഴ്ച രാവിലെ 9 മണിക്ക് കോഴിക്കോട് ജില്ലയിലെ ഉള്ളിയേരി കുന്നത്തറ കല്ലുംപുറത്ത് വീട്ടുവളപ്പിൽ സംസ്കരിക്കും. വീണ്ടും ഒരു ഇടവേള. മറ്റു വാർത്തകളിലേക്ക്. അഴിമതി അവസാനിപ്പിക്കണമെന്നും സമൂഹ മാധ്യമങ്ങൾക്കുള്ള നിരോധനം സർക്കാർ പിൻവലിക്കണമെന്നും ആവശ്യപ്പെട്ട് നേപ്പാളിൽ യുവാക്കളുടെ നേതൃത്വത്തിൽ വൻ പ്രതിഷേധമരങ്ങേറി. പാർലമെന്റിലേക്ക് നടന്ന പ്രതിഷേധ മാർച്ചിന് നേരെ പോലീസ് നടത്തിയ വെടിവെപ്പിൽ 14 പേരാണ് കൊല്ലപ്പെട്ടത്. 100-ലേറെ പേർക്ക് പരിക്കുമുണ്ട്. പരിക്കേറ്റവരിൽ 10ഓളം പേരുടെ നില ഗുരുതരമാണെന്ന് ന്യൂ ബനേശ്വറിലെ ആശുപത്രി അധികൃതരെ ഉദ്ധരിച്ച് നേപ്പാൾ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. കാഠ്മണ്ഡുവിന്റെ വിവിധ ഭാഗങ്ങളിൽ നിരോധനാജ്ഞയും പ്രഖ്യാപിച്ചു. രാജ്യത്തെ പ്രധാന നഗരങ്ങളിലെല്ലാം നടന്ന പ്രതിഷേധ റാലികൾക്ക് നേരെ പോലീസ് ജലപീരങ്കികളും കണ്ണീർവാതകവും പ്രയോഗിച്ചു. ദേശീയഗാനം ആലപിച്ചും ദേശീയ പതാകകൾ വീശിയും അഴിമതിക്കും സമൂഹ മാധ്യമ നിരോധനത്തിനുമെതിരെ മുദ്രാവാക്യങ്ങൾ വിളിച്ചും ആയിരക്കണക്കിന് യുവാക്കളാണ് പാർലമെന്റ് മന്ദിരത്തിന് നേരെ മാർച്ച് നടത്തിയത്. പാർലമെന്റിന് പുറത്തെ നിയന്ത്രിത മേഖലയിലേക്ക് കടക്കും മുൻപ് പ്രതിഷേധക്കാരെ പോലീസ് തടഞ്ഞതിനെ തുടർന്ന് സംഘർഷമുണ്ടാവുകയായിരുന്നു. കണ്ണീർവാതകം പ്രയോഗിച്ചതിന് പിന്നാലെ നടത്തിയ വെടിവെപ്പിലാണ് മരണങ്ങൾ ഉണ്ടായത്. ഇന്ത്യയിൽ നാളെ നടക്കുന്ന ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പിന് മുൻപ് MP-മാർക്ക് BJPയുടെ പരിശീലനം. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും പരിശീലനത്തിന്റെ ഭാഗമാകുന്നതിന്റെ ചിത്രങ്ങൾ പലരും സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവച്ചു. MP-മാരുടെ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട മാർഗനിർദ്ദേശങ്ങൾ നൽകാനുള്ള വേദി കൂടിയായിരുന്നു യോഗം. സമൂഹ മാധ്യമ ഉപയോഗം, പാർലമെന്റിലെ നടപടിക്രമങ്ങൾ എന്നിവയിലും പരിശീലനം നൽകി. ഇതിനൊപ്പം ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പിന്റെ നടപടിക്രമങ്ങളെക്കുറിച്ചും ബോധവൽക്കരിച്ചു.
ആധാർ കാർഡിന്റെ ആധികാരികത തിരഞ്ഞെടുപ്പ് കമ്മീഷന് പരിശോധിക്കാമെന്നും ആധാർ നിയമം അനുസരിച്ച് പൌരത്വ രേഖയല്ല കമ്മീഷൻ ഇത് സംബന്ധിച്ച നിർദ്ദേശങ്ങൾ നൽകണമെന്നും സുപ്രീംകോടതി ഇടക്കാല ഉത്തരവിൽ വ്യക്തമാക്കി. വോട്ടർ പട്ടിക തീവ്ര പരിഷ്കരണത്തിൽ ആധാറിനെ 12ാമത്തെ രേഖയെ ഉൾപ്പെടുത്തണമെന്നും സുപ്രീംകോടതി തിരഞ്ഞെടുപ്പ് കമ്മീഷന് നിർദ്ദേശം നൽകുകയും ചെയ്തു. ആഗോള അയ്യപ്പ സംഗമം ചോദ്യം ചെയ്തുള്ള ഹർജിയിൽ സർക്കാരിനോടും തിരുവിതാംകൂർ ദേവസ്വം ബോർഡിനോടും വിശദീകരണം തേടി കേരള ഹൈക്കോടതി. മറ്റന്നാൾ മറുപടി നൽകാൻ സർക്കാരിനും ദേവസ്വം ബോർഡിനും ഡിവിഷൻ ബെഞ്ച് നിർദ്ദേശം നൽകി. ഹൈന്ദവീയം ഫൗണ്ടേഷൻ ട്രസ്റ്റ് നൽകിയ ഹർജിയിലാണ് ജസ്റ്റിസുമാരായ വി രാജ, വിജയരാഘവൻ, കെ വി വിജയകുമാർ എന്നിവർ ഉൾപ്പെട്ട ദേവസ്വം ബെഞ്ചിന്റെ നടപടി. ശബരിമല മാസ്റ്റർ പ്ലാനിന് വേണ്ടി നിക്ഷേപം സംഘടിപ്പിക്കുകയാണ് ലക്ഷ്യമെന്ന് ദേവസ്വം ബോർഡ് ഹൈക്കോടതിയിൽ വിശദീകരിച്ചു. ഭക്തരായ സ്പോൺസർമാരിൽ നിന്ന് പണം കണ്ടെത്തി വികസന പ്രവർത്തനങ്ങൾ നടത്തും. ശബരിമലയെ ആഗോള തീർത്ഥാടന കേന്ദ്രമാക്കുകയാണ് ലക്ഷ്യം. ഇതിനാണ് ആഗോള അയ്യപ്പ സംഗമം സംഘടിപ്പിക്കുന്നത്. അയ്യപ്പ സംഗമത്തിന് 3000 പ്രതിനിധികളെ പ്രതീക്ഷിക്കുന്നുവെന്നും ദേവസ്വം ബോർഡ് വിശദീകരിച്ചു. ഈ വാർത്തയോടുകൂടി ഇന്നത്തെ BMC ന്യൂസ് ലൈവിൽ മലയാളം വാർത്തകൾ പൂർണ്ണമാകുന്നു. ശുഭരാത്രി.